ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലേക്ക് പോയി അല്ലേ. നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. രാവിലെ ഞാൻ രാവിലെ മാർക്കറ്റ് പ്രീ മാർക്കറ്റിൽ ഞാൻ വോയിസ് ഇടുമ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ആരും എമോ ഇടരുത്. എമോ ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും. കാരണം നേരത്തേക്കാണ് നമുക്കൊരു ദിശാബോധമുണ്ട്. മാർക്കറ്റ് എങ്ങോട്ട് പോകും, ഓപ്പൺ ചെയ്താലും എങ്ങോട്ട് പോകും എന്നൊരു ഐഡിയ നമുക്ക് ഏറെക്കുറെ ഉണ്ട്. ആ ഐഡിയ ഏറെക്കുറെ വർക്കൗട്ടാകുകയും ചെയ്യാറുണ്ട് ഇല്ലേ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ പക്ഷേ താഴോട്ട് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ മേലോട്ട് സാധ്യത ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയുടെ ബിഹേവിങ്സ് നമുക്ക് പോലും പ്രെഡിക്റ്റബിൾ അല്ല. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനിന്ന് രാവിലെ പ്രീ മാർക്കറ്റ് ഞാൻ പറഞ്ഞിരുന്നു, ആരും AM മോഡലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂന്ന്. നിങ്ങൾ നോക്കിക്കേ, ഇന്ന് ഏകദേശം 10-15 പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആയത് 50 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു ആരെങ്കിലും? നിങ്ങളിവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മാർക്കറ്റ് ഏകദേശം ഇവിടെയാണ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിൽ ഓപ്പൺ ആയത്. മാർക്കറ്റ് പ്രീ മാർക്കറ്റിൽ ഓപ്പൺ ആയത് ഏകദേശം ഈ ഏരിയയിൽ തന്നെ. ഇത് എവിടെയാണ്? ഈ ഏരിയയിൽ തന്നെയാണ്, ഈ ഏരിയയിൽ. പക്ഷെങ്കിൽ ഓപ്പൺ ചെയ്തത് സഡനായിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഈ ഒരു 50 പോയിന്റ് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ. നമ്മൾ തുറക്കുമ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയായിട്ടാണ്. നമ്മൾ പ്രീ മാർക്കറ്റിൽ കാണിച്ചത് ഇവിടെയാണ്. 12 പോയിൻ്റ് 13 പോയിൻ്റ് കണ്ടുകൊണ്ടിരുന്ന ഒരു ഗ്യാപ്പ് അപ്പ് അല്ലേ. ഈ ഏരിയയിൽ കാണിച്ചതിന് ശേഷം ഒറ്റയടിക്ക് ചാടി പിടിച്ച് 50 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതിനുശേഷം നല്ലൊരു ബുള്ളിഷ് അപ്സൈഡായിരുന്നു നമുക്ക് നല്ലൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടി. അപ്പം അതുകൊണ്ട് കാരണം ഞാനതാ പറഞ്ഞത്, നമുക്കൊരിക്കലും മാർക്കറ്റിനെ പ്രെഡിക്റ്റബിൾ അല്ല. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഏത് മൊമെൻ്റ് എന്ത് ട്രാപ്പും അവർ കാണിക്കും. FIs അല്ല DAs അല്ല വലിയ ബിഗ് ടീംസുകൾ എന്ത് ട്രാപ്പും കാണിക്കും. ആ ട്രാപ്പിനകത്ത് നമ്മൾ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്കറ്റ് ഒരു 10-15 മിനിറ്റ് ശേഷം വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളത്. നമുക്ക് നോക്കാം, ഇന്നത്തെ ഓപ്പർച്യൂണിറ്റികളെല്ലാം നോക്കാം. ഇത് ഫസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്തു ഇല്ലേ. ഞാൻ പറഞ്ഞു, എപ്പോഴാണോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അങ്ങനെ നമ്മൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ട്രെൻഡ് ലൈന് വന്ന് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് ഒന്ന് മേലോട്ട് കുതിച്ചു ശ്രമിക്കും പോവാം. പക്ഷേ ആ പോയ പോക്കുകൾ തന്നെ നേരെ തിരിച്ച് പലരും ഈ ക്യാൻഡിൽ കണ്ടുകൊണ്ട് ട്രേഡ് എടുത്ത് കാണും. ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വലിയ ക്യാൻഡിലുകളിൽ ഇപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നിങ്ങൾക്ക് 80% ബോഡിയോട് കിട്ടിയെങ്കിലും ഈ വലിയ ക്യാൻഡിലാണ് ഒരിക്കലും ഇതിൽ ട്രേഡ് എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അതിൻ്റെ SL വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ക്യാൻഡിലുകളിൽ ട്രേഡ് എടുക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ പലരും ഇന്ന് ഈ ക്യാൻഡിൽ കണ്ട് ട്രേഡ് എടുത്ത് ലോസ് വന്ന ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്നെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. പേരിന് വേണ്ടി നേരം പോക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ വീഡിയോ കണ്ടു എന്ന് കാണാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അല്ല ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറങ്ങിപ്പോകുന്നൊരു പരിപാടിക്ക് ആണെങ്കിൽ നിങ്ങൾ ഇതിന് നിന്നിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങൾ രക്ഷപ്പെടത്തുമില്ല. നിങ്ങളുടെ കയ്യിരിക്കുന്ന പൈസ മുഴുവൻ പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓരോ ദിവസം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ കാണും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പഠിക്കാനും മുന്നോട്ടുള്ള ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾക്ക് ഗുണമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഇത്രയും വലിയ ക്യാൻഡിലിൽ ഒരു ട്രേഡ് എടുക്കാൻ. കാരണം അതിൻ്റെ SL വളരെ കൂടുതൽ, ഏകദേശം 25 പോയിൻറ്റിനടുത്ത് ഉണ്ട് ഈ ക്യാൻഡിലിൻ്റെ ഹൈറ്റ്. മനസ്സിലായി. അപ്പോൾ നമുക്ക് അവിടെ ട്രേഡ് ഇല്ല. അതിനുശേഷം മാർക്കറ്റ് നോക്കിക്കേ നേരെ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഈ ക്യാൻഡിൽ ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചോ. പിന്നെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവരോട് ഞാൻ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു, നേരെ തിരിച്ചു ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു, ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ഒരു കാരണവശാലും ട്രേഡ് എടുക്കാൻ പാടില്ല. കാരണം എന്താ? ഇത് കൺഫ്യൂസ്ഡ് മാർക്കറ്റാണ്. മാർക്കറ്റ് എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദിശയ്ക്കെതിരെയായിരിക്കും മാർക്കറ്റ് പോകുന്നത്.
അല്ലെങ്കിൽ ക്യാൻഡിലുകൾ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് ഓർമ്മയാണ് അറിയത്തില്ല, ക്ലാസ്സിന് വന്നവർക്കൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോൾ അന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സാർ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം ഇതാണ് മേളിൽ താഴോട്ട് റിജക്ഷൻ, മുകളിൽ താഴോട്ട് ഇങ്ങനെ റിജക്ഷൻ മേളിൽ. ഇതിനർത്ഥം എന്തുവാ, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിനർത്ഥം എന്തുവാ, നേരെ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൺഫ്യൂഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കവിടെ ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നില്ല. താഴോട്ട് ഒരു ക്യാൻഡിൽ വന്നു, മേളിൽ നിന്ന് ഒരു ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ട്രേഡ് ഇല്ല. അതിനുശേഷമാണ് ഒരു നടുവരി ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണത്. ഇതൊക്കെ മാർക്കറ്റ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എങ്ങനെയും നമ്മളെ റീറ്റെയിലേഴ്സിനെ എങ്ങനെയും ട്രാപ്പിൽ ആക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയാണ് അവർ കാശുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പെട്ടുപോകരുത്. അപ്പോൾ ഇങ്ങനെയുള്ള നുറുങ്ങ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കണം. ഇങ്ങനെയുള്ള അവസരം വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കല്ലേ. ട്രേഡ് എടുക്കാൻ വേണ്ടി ധാരാളം ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഇന്നുണ്ട്. ഇന്നില്ലെങ്കിൽ നാളെ കിട്ടും, നാളെ മറ്റേ കിട്ടും. മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്, വേറെ എങ്ങും മാർക്കറ്റ് പോവുകയില്ല. നമ്മൾ മാർക്കറ്റിലുണ്ടോ എന്നുള്ള ചോദ്യം. ഇന്നും നാളെയൊക്കെ കഴിഞ്ഞു പോകും. മാർക്കറ്റ് ഇനിയും വർഷങ്ങളോളം ഇവിടെ തന്നെ കാണും. അന്ന് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നമ്മുടെ 10 കൽപ്പനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ നാളെ നമ്മൾ നാളെ മാർക്കറ്റിൽ കാണണമെങ്കിൽ നമ്മുടെ എന്ത് വേണം? പൈസ വേണം, ഇല്ലേ? അല്ല ഇന്നും നിങ്ങൾ വാഷ് ഔട്ടായി പോയി കഴിഞ്ഞാൽ നാളെ പിന്നെയും പണയം വെച്ചോ കടം മേടിച്ചോ ലോൺ എടുത്തോ കൊണ്ടുവന്നിട്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾ ഒരു റൂൾസ് നിങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളൊന്നും നിങ്ങൾ പാലിക്കുന്നില്ല. പാലിക്കാതെ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇന്നും ലോസ് വരുത്തിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായി അച്ചടക്കത്തോട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പറഞ്ഞ് വെറുതെ കാട് കയറേണ്ട കാര്യമില്ല. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു. നോക്കിക്കേ, ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലുണ്ട്. ട്രേഡ് എടുത്തവർ ഇവർക്ക് കൃത്യമായി സ്റ്റോപ്പ് ലോസ് വെച്ച് ഇറങ്ങാൻ പറ്റുന്നത്. കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും വന്നാൽ അതിൻ്റെ 50% കട്ട് ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 50% കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് ആകാം. ഈ ക്യാൻഡിൽ ഇൻവാലിഡായി പോകും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഓൾമോസ്റ്റ് 50% ഉണ്ട്. 80% ഈ ക്യാൻഡിൽ താഴെ വന്നു ഒരു വിക്കോടുകൂടെ ഒരു അറൗണ്ട് 50% കൂട്ടാൻ വേണമെങ്കിൽ, ഇല്ലേ? 50% ഉണ്ട്, 50% അതിൽ കൂടുതലുണ്ട്. അത് ആ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് സംഭവം അത്ര സക്സസ് അല്ല, ഇതിവിടുന്ന് ഒഴിവാകേണ്ട കേസാണ് നമുക്ക് ഏറെക്കുറെ മനസ്സിലായി, ഇല്ലേ? അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ വീണതും റെഡാണ്, കറക്റ്റ് 1 സപ്പോർട്ട്. അപ്പം ഏറെക്കുറെ ഓർപ്പിച്ചു എന്താണ് ഇത്, ഓൾറെഡി ഈ ക്യാൻഡിൽ ഇൻവാലിഡായി, ഇനി നമുക്കിവിടെ ട്രേഡ് ഇല്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമ്മൾ ഇറങ്ങുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ പരിശീലിക്കേണ്ടത്, മനസ്സിലായി? അല്ലാതെ ഇല്ല ഇത് കയറും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് മുഴുവൻ പോകത്തേ ഉള്ളൂ. ഓക്കെ, അത്രയും ഭാഗം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുക. അതിനുശേഷം നോക്കിക്കേ, മാർക്കറ്റ് താഴോട്ട് വന്നു. ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കാം. മാർക്കറ്റ് വന്നു, നേരെ താഴോട്ട് പോയി, വീണ്ടും ഇങ്ങനെ വന്നു. നമ്മുടെ ഈ ലൈനിൽ തന്നെ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഏകദേശം വന്നിട്ട് കൺസോൾഡേറ്റ് ചെയ്യുക, അല്ലേ? ഇനിയിപ്പോൾ നമുക്കൊരു ട്രേഡ് കിട്ടി. എവിടെയാണ് നോക്കിക്കേ, ഈ സപ്പോർട്ടിൽ ഈ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ കൺഫർമേഷൻ കിട്ടി, ഇല്ലേ? ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്കിവിടെ കൺഫർമേഷൻ കിട്ടി. ഇതാ നോക്കിക്കേ, 5 മിനിറ്റ് ക്യാൻഡിൽ. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു കൺഫർമേഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ മനസ്സിലായി ക്ലിയറായിട്ട് ഇവിടെ ക്ലിയർ നിങ്ങൾ ചാർട്ടിനെ ശരിക്കും വിശകലനം ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നോക്കി, ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ഡോജ് വന്നു, ഒരു ഗ്രീൻ ഡോജ് വന്നു, പിന്നെ റെഡ് ഡോജ് വന്നു. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും മാർക്കറ്റ് താഴോട്ട് പോയിട്ടില്ല. ഈ 2 ഡോജിൽ അർത്ഥം എന്താണ്? മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുകയാണ്. അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകാം. അപ്പം താഴോട്ട് വിടാനും സമ്മതിക്കുന്നില്ല, മുകളിലോട്ട് കയറാനും സമ്മതിക്കുന്നില്ല. അതിനുശേഷം ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അപ്പോഴും നമുക്കിവിടെ ട്രേഡ് ഇല്ല. നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. എന്താണ്? നല്ലൊരു മൊമെൻറ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിന് മുന്നേ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി. ഈ ഡോജിക്ക് ആനുപാതികമായി വേണ്ട വോളിയം കണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഡോജിക്ക് ആനുപാതികമായി വീണ ഈ വോളിയം കണ്ടോ? നല്ല ഹ്യൂജ് വോളിയമാണ്, അല്ലേ? അതിനുശേഷം അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഇവിടെ നല്ല ബൈ നടന്നിട്ടുണ്ട്. ഇവിടെ ഡോജിയുടെ അർത്ഥം എന്താണ്? ഏറെക്കുറെ രണ്ടുപേരും തുല്യാദൂഷമാണ്. കളറിനനുസരിച്ച് ആ ഭാഗത്തിലുള്ളവർക്ക് കൂടുതലാണ്. അപ്പം ഏകദേശം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ സൈഡിലുള്ള വോളിയം ആയിരിക്കും വളരെ കൂടുതൽ. ഇത് ഇങ്ങനത്രയും കാണുന്നെങ്കിൽ 5, 10, 100, 1000, 10,000 ഷെയറുകളല്ല,
ലക്ഷം കോടി ഷെയറുകളുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു ഡോജ് കണ്ടാലും അതിനകത്തിലെ വോളിയം എന്ന് പറയുന്നത് ഭീകര വോളിയം ആയിരിക്കും. അപ്പം ഇവിടെ ഈ ക്രമാതീതമായിട്ടൊരു വോളിയം, ഒരു ബൈ വോളിയം ഇവിടെ വന്നു. അതിനുശേഷം രണ്ടാമത്തെ ക്യാൻഡിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു റെഡ് ഡോജ് വന്നു, വീണ്ടും ഒരു ഗ്രീൻ ഡോജ് വീണ്ടും ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു ഇല്ലേ. ഇപ്പോഴും നമുക്കിവിടെ ട്രേഡ് ഇല്ല, കാരണം നമുക്ക് കൺഫർമേഷൻ ഇല്ല, ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. അതിനുശേഷം വീണ ഇത് നോക്കിക്കേ, ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് ഒരു 80% ബോഡിയോട് നമുക്കൊരു ക്യാൻഡിലൂടെ കിട്ടി ഇല്ലേ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഇവിടെയോ ഇതിൻ്റെ ബോളോ അല്ല ഇവിടെയോ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ചെയ്ത് നമുക്കൊരു ട്രേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് മോളോട്ട് പോയി. ഇനിയും ഇവിടെ ട്രേഡ് കിട്ടാത്തവർക്ക് അടുത്ത കൺഫർമേഷൻ നമ്മുടെ ട്രെൻഡ് ലൈനിൽ നോക്കിക്കേ, ട്രെൻഡ് ലൈനിൽ വീണ്ടും ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് അവിടെ 80% ബോഡിയോടുകൂടെ നമുക്കവിടെ കിട്ടി ഇല്ലേ, അവിടെ കിട്ടി. അപ്പോൾ ഡബിൾ കൺഫർമേഷനായി. അപ്പോൾ ഇവിടെ എടുത്തവർക്ക് ഡബിൾ കൺഫർമേഷനായി, ഇവരെടുത്തവർക്ക് നമുക്ക് ട്രെൻഡ് ലൈനിൽ ഒരു കൺഫർമേഷൻ, അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ പോയി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ന്യായമായിട്ടുള്ള, ഇവിടെ കയറിയവരെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യും. ഇവിടെ ഏകദേശം എത്ര പോയിൻ്റ് ഉണ്ട്, ഇവിടെ നമുക്ക് എത്ര പോയിൻ്റ് ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടുന്ന് എടുത്തവർക്ക് 535, ഇവിടെ നിന്നെല്ലാം എടുത്ത് 540, 540 നിന്ന് 540ഉം 572, ഏകദേശം 30 പോയിൻറ്റ് സ്ട്രൈക്കിനകത്തിൽ ഏകദേശം 30 പോയിൻറ്റ് നമുക്കിവിടെ ഇവിടുന്ന് ഇവിടം വരെ കിട്ടി ഇല്ലേ. ഇവിടുന്ന് ഇവിടം വരെ 30 പോയിൻറ്റ് കിട്ടി. അങ്ങനെയാകുമ്പോൾ ഒരു 15 15 പോയിൻറ്റ് നമുക്കിവിടെ പ്രീമിയത്തിനകത്ത് നമുക്കിവിടെ ബുക്ക് ചെയ്യാനുള്ള ന്യായമായിട്ടുള്ളത് ബുക്ക് ചെയ്യാൻ സാധ്യത. അല്ല, ഇത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ SL അടിച്ചിട്ടില്ല. SL അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തവർക്കായി 6 SL അടിച്ചിട്ടില്ല. കുറേ നേരം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കെ അരിഞ്ഞ് മുകളിലോട്ട് പോയി ഇല്ലേ. മുകളിലോട്ട് പോയി നമ്മുടെ നെക്സ്റ്റ് ലൈനും ക്രോസ് ചെയ്ത് സപ്പോർട്ട് എടുത്താണ് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 625 അതേ സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് ഓപ്പർച്യൂണിറ്റി, സുന്ദരമായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. ഡബിൾ കൺഫർമേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്കിവിടെ കിട്ടി. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. ബട്ട് നിങ്ങൾ സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുകയോ അല്ല സ്ഥിരമായി നിങ്ങൾ ചാർട്ടിനെ അനലൈസ് ചെയ്യുന്ന ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ പറ്റും. ചിലപ്പം ചില ദിവസങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ നമുക്കവിടെ, ഭീകരമായ നഷ്ടം വരുന്നില്ല. എന്തിനാണ് ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഭവം? എന്തിനാണ്? നിങ്ങളുടെ നഷ്ടത്തെ ലഘൂകരിക്കാനോ കുറയ്ക്കാനോ തടയിടാനോ വേണ്ടിയാണ് SL വെക്കുന്നത്. ആ SL നമ്മൾ പാലിക്കണം. വെച്ചില്ല പിന്നെ അതിന് വെച്ചിട്ട് കാര്യം എന്തോ. ഓക്കെ, അതുകൊണ്ട് കൃത്യമായി ഞാൻ ഇനിയും പറയുന്നു, വീണ്ടും ഇനി അവസരമുണ്ട് നിങ്ങൾക്ക്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരുത്താൻ അവസരമുണ്ട്. വേറെ ഒരുത്തന്നെ തിരുത്തുന്നതിനേക്കാൾ നല്ല നിങ്ങൾ സ്വയം തിരുത്തുന്നതാണ് നല്ലത്. സ്വയം തിരുത്തി മുന്നേറുവാണെന്നുണ്ടെങ്കിൽ അതിന് വിജയ സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞ് ഇനി വെറുതെ ഒരു എന്താ പറയുന്നത്, നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. പോയത് പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞ്. അപ്പം ഓപ്പർച്യൂണിറ്റി മനസ്സിലായല്ലോ, എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് എൻട്രി എടുക്കുന്നതെന്നും ഉള്ള കാര്യം ഞാൻ ഇന്നും വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം വിടാം. നമുക്ക് ഇനി നാളെ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് വരാം. ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വീക്കിലി അനാലിസിസ് പറഞ്ഞിട്ടുള്ളത്. വീക്കിലി അനാലിസിസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുക. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണുക. ഞാൻ എന്താണ് പറഞ്ഞത്, ഏതെങ്കിലും അവസരങ്ങളിൽ ഡേ ക്യാൻഡിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈനാണ്. നമ്മൾ പല പ്രാവശ്യം ഈ ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്തതാണ്. നേരത്തെ ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും ഈ ട്രെൻഡ് ലൈന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ സാധൂകരിക്കുന്ന അല്ലെ ബലപ്പെടുത്തുന്ന ന്യൂസുകളാണ് നമുക്ക് മാർക്കറ്റിൽ നിലവിലുള്ളത്. ഓക്കെ, ഞാൻ തമ്പനയിലിൽ പടവിട്ട പോലെ തന്നെ ഷീ ജിൻപിങ്ങും പുടിനും മോദിയും കൂടെ നിൽക്കുന്ന ഒരു ത്രിമൂർത്തി സഖ്യം ഉടലെടുത്ത് വരുന്നു. ഇതിനെ ട്രംപ് എങ്ങനെയാണ് കാണുന്നത് നമുക്കറിയത്തില്ല. എങ്കിലും ഇത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടാണ് മാർക്കറ്റ് കാണുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് കയറിയത്. അപ്പോൾ ഇതിൻ്റെ അലയൊലികൾ എത്രത്തോളം മാർക്കറ്റിലുണ്ടാകും, അല്ലെങ്കിൽ അമേരിക്കയെ അലോസരപ്പെടുത്തും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇതിൻ്റെ വാശിക്ക് ട്രംപ് എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ ഇന്ത്യക്ക് താരിഫ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതൊന്നും ഒരിക്കലും ആരും അംഗീകരിക്കാൻ പോകുന്ന കേസല്ല. കാരണം അതും അവരുടെ സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ട്രംപ് പറയുന്നതിനെല്ലാം കൊടി പിടിക്കാൻ അവർക്ക് കൊട പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പം ഇന്ന് എന്ത് സംഭവിച്ച ഡേ വൈസിൽ മാർക്കറ്റ് ഡേ ക്യാൻഡിൽ നമ്മുടെ ട്രെൻഡ് ലൈന് മുകളിൽ ക്ലോസ് ചെയ്തു. ഞാൻ ഈ വീക്ക് അനാലിസിസിൽ പറഞ്ഞത് ഒരിക്കലും ഈ ട്രെൻഡ് ലൈനിന് താഴെ പോയി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പ്രീവിയസ് ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞത് ഇത് പ്രീവിയസ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഡേ ക്യാൻഡിൽ ഒരിക്കലും ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് എപ്പോഴൊക്കെ മാർക്കറ്റ് പൊട്ടിക്കുന്നു അപ്പോഴൊക്കെ തിരിച്ച് കയറാനുള്ള ടെൻഡൻസി കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ താരിഫിൻ്റെ ആ സമയത്തുണ്ടായ കേസാണ്. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പോഴും ഇതിൻ്റെ താഴെ പോയാൽ മാർക്കറ്റ് എപ്പോഴും തിരിച്ച് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പൊട്ടിയില്ല, ഇവിടെ ഏരിയ വന്നിട്ട് തിരിച്ച് കയറി. ഇവിടെയും ഇതിനെ പൊട്ടിച്ചു കഴിഞ്ഞ ദിവസം പൊട്ടിച്ചെങ്കിലും മാർക്കറ്റ് ഇന്നത്തെ ദിവസം തിരിച്ച് കയറി. അപ്പം നാളത്തെ ദിവസം നാളെ നിർണായകമാണ് നമുക്ക്. ഓക്കെ, നാളെ നിർണായകമാണ്. അപ്പോൾ നാളെ ഈ മൊമെൻറ്റം, ഈ ബുള്ളിഷ് സെറ്റപ്പ് മൊമെൻറ്റം 198 പോയിൻ്റ് മാർക്കറ്റിൽ നിന്ന് കയറി. ഓക്കെ, സീറോയിൽ നിന്ന് കയറി ആലോചിക്കണം, സീറോയിൽ നിന്നാണ് 198 പോയിൻ്റ് കയറിയത്. അപ്പം ഈ മൊമെൻറ്റം നാളെ നിഫ്റ്റി നിലനിർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. മനസ്സിലായല്ലോ പറഞ്ഞേ. അപ്പോൾ നാളെ മാർക്കറ്റ് ഈ മൊമെൻറ്റ് നിലനിർത്തിയാൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പം ഇനി ഇതിന് ഉപോത്ബലമായിട്ട് ബലപ്പെടുത്തുന്ന ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു, പുട്ടിൻ്റെയും അവരുടെ സമ്മിറ്റ്, ചൈന നടക്കുന്ന ഇപ്പോഴത്തെ സമ്മിറ്റ്, ഇതിനിടയിൽ ഇവർ തമ്മിൽ എന്തൊക്കെ ഡീൽ ഉറപ്പിക്കും, എന്തൊക്കെ കാര്യങ്ങൾക്ക് സമവായം ഉണ്ടാകും എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജപ്പാൻ വളരെ കട്ടയ്ക്ക് നമ്മളോട് നിൽക്കുകയാണ്. അടുത്ത 10 വർഷം കൊണ്ട് $10 ബില്യൺ US അങ്ങനെ കണ്ടാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് എന്നാണ് ഡോളറാണെന്ന് എനിക്കറിയത്തില്ല, ഡോളർ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാനൊരിടത്ത് ന്യൂസ്, സത്യമാണെന്ന് എനിക്കറിയത്തില്ല, ഞാനൊരു ന്യൂസ് ഒരിടത്ത് വായിച്ചത് യെസ് ബാങ്കിൽ ജപ്പാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്നൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, യെസ് ബാങ്കിൽ ജപ്പാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്നൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ ആധികാരികത എത്രത്തോളം എനിക്കറിയത്തില്ല, ഞാൻ വായിച്ചതാണ്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി വീക്ക് ലൈൻസ് പറഞ്ഞതാണ്, ഓട്ടോ സെക്ടറിലും ജപ്പാനുമായിട്ടുള്ള കൊളാബറേഷൻസ് നടത്താനുള്ള സാധ്യത അവർ അതിനും ഒരു എഗ്രിമെൻറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീക്ക് ലൈൻസിൽ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞതാണ്, നമ്മുടെ GDP പ്രതീക്ഷിച്ചതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും 1% നമുക്ക് 0.1, 0.2, 0.3 ഒക്കെയാണ് നമുക്ക് ഡിഫറൻസ് ഉണ്ടാകുന്നത്. പക്ഷേങ്കിൽ 1% GDP ഈ കഴിഞ്ഞ നമ്മളുടെ പ്രഖ്യാപിച്ച താരിഫ് റേറ്റ് ഇല്ല, ഈ GDP പ്രഖ്യാപിച്ച ആ അവസരത്തിൽ 1% GDP. ഇത് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെ സ്ട്രോങ് ആണെന്ന് തെളിയിക്കുന്ന ഒരു സംഗതി കൂടെയാണ്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ്, ഇന്ത്യ ഒരിക്കലും താഴെ പോകത്തില്ല എന്നുള്ള ഒരു കൺവിക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി, ഇന്ത്യ സ്ട്രോങ് ആണ്, ഞങ്ങൾ കരുത്തരാണ് തെളിയിക്കുന്ന ഒരു പ്രതീതി ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യക്ക് വരച്ച് കാട്ടാൻ പറ്റിയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് തന്നെ ഒരു വലിയ പോസിറ്റീവ് മൊമെൻറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. കാരണം ഇത്രയൊക്കെ അമേരിക്ക നമ്മളെ തറ പറ്റിക്കാൻ ശ്രമിച്ചിട്ടും ഇന്ത്യ വീഴാതെ പിടിച്ചു നിൽക്കുന്നു എന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മുടെ മാർക്കറ്റിലോട്ട് ആകർഷിക്കും. അതിന് യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരുത്തനെ പട്ടി കടിക്കാൻ ഓടിച്ചിട്ട് കഴിഞ്ഞാൽ അവന് മരം കയറാൻ അറിയാൻ പറ്റാനാണെങ്കിലും ഓടി മരത്തെ കയറുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി അതിജീവിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയാണ്. അതിനുവേണ്ടി എല്ലാ സാധ്യതകളും ഇന്ത്യ പരിശോധിക്കും. അത് ഒരു പക്ഷെങ്കിൽ നമുക്കൊരു പുതിയ മുഖം, ഇന്ത്യക്ക് ഒരു പുതിയ ഒരു മുഖം, ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമുക്കിനി ഡെയിലി വൈസിലോട്ട് ഇൻട്രാഡേ വൈസിലോട്ട് വരാം. ഇൻട്രാഡേ വൈസിൽ വന്നു കഴിഞ്ഞാൽ ഇതാ നോക്കുക, നമ്മുടെ വരയ്ക്കാനൊന്നുമില്ല. ഇത് ഞാൻ ടെമ്പററി ആയിട്ട് വരച്ചതാണ്. ഓക്കെ, ഈ ടെമ്പററി വരെ അവിടെ കിടന്നോട്ടെ, ഇപ്പോൾ തൽക്കാലം അത് കട്ട് ചെയ്യുന്നില്ല. അപ്പം മാർക്കറ്റ് മോളിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,612 ഓക്കെ, ഇത് 24,625 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു മേജർ ലൈൻ ഉള്ളത് 24,612 അപ്പോൾ ഈ ലൈൻ, ഈ 24,612 എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നോക്കും. നാളെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,702 ഓക്കെ, 24,702 മാർക്കറ്റിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉള്ളത്. മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് തിരിച്ച് കയറുമോ, അല്ല ഡയറക്റ്റ് നേരെ പോയി തിരിച്ച് വരുമോ നോക്കുക. ഓക്കെ, അല്ല
ഓപ്പൺ ചെയ്ത് നേരെ തിരിച്ച് താഴ്ത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സപ്പോർട്ട് ലൈൻ 24,521 അല്ലെങ്കിൽ ട്രെൻഡ് ലൈനോ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന നോക്കുക. ഇങ്ങനെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ 24,702 കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 24,702 ഇവിടുന്ന് ഡയറക്റ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഷോർട്ട് കവറിങ് നടക്കത്തില്ല. അതിന് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി 24,775 778 വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ 24,702 ആയിരിക്കും ഷോർട്ട് കവറിങ്ങിൻ്റെ. ഇത് കഴിയുമ്പോൾ ഷോർട്ട് കവറിങ് റാലി നടക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. നമ്മളിനി കൂടുതൽ വർത്താനൊന്നും പറഞ്ഞ കാര്യമില്ല. അവിടെ എല്ലാ സാധനങ്ങളെല്ലാം വരച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത് കാണാത്തവർ പഴയ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാം വേറെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇൻട്രാഡേ ലെവലുകളൊന്നും മാറ്റേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി വളരെ വീക്കാണ്. HDFC ഞാൻ പറഞ്ഞ പോലെ വടയും ബോണ്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ അണ്ടകടാഹത്തിലോ പോയിക്കൊണ്ടിരിക്കുകയാണ്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും എങ്ങനെ റിക്കവറി ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ബാങ്ക് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HDFC വളരെ മോശമാണ്, ICICI ആണ് ഒന്ന് മിന്നി നിൽക്കുന്നത്. അപ്പം ഇവരെല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലെവലുകളെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HDFC റിലയൻസിൻ്റെ കാര്യം പറയാനുള്ളത് വിട്ട് പറയാൻ വന്നു. റിലയൻസ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വിചാരിച്ചു. കാരണം ജിയോയുടെ IPO വരും, അതുകൊണ്ട് ഏതാണ്ട് വൻ സംഭവമാണെന്നൊക്കെ ഒരു പ്രതീതി വരുത്തുകയത്. പക്ഷേങ്കിൽ റിലയൻസ് പെർഫോമേ ചെയ്തില്ല, അങ്ങനെ ചത്ത് കിടക്കുമായിരുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ റിലയൻസിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കും. ആ വഴിക്ക് തന്നെ നിഫ്റ്റി പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ മിഡ് ക്യാപ്പിൽ ഞാൻ 2-3 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, മിഡ് ക്യാപ്പ് ഇതൊരു ബോട്ടം ഏരിയയാണ്. ഇവിടുന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മാർക്കറ്റ് ഏതെങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് മാർക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പറക്കുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. ഈ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചത് ഇല്ലേ. ഈ വാക്ക് ഞാൻ ഈ ഏരിയയിലെത്തിയപ്പം ഈ ഏരിയയിലൂടെ ഇവിടെ ഈ ഏരിയയിലൊക്കെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവിടെ ഒരു ബോട്ടം ഏരിയയാണ്. ഈ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് പറക്കുമെന്ന് പറഞ്ഞു. ആ രീതിയിൽ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഇവിടുന്ന് പറന്നു. കുറച്ച് പേർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഈ ഏരിയയിൽ വന്നപ്പോൾ അവർ വാങ്ങിച്ചു. ഈ ഏരിയയിൽ കുറച്ചൊക്കെ കൊടുത്തു, കുറച്ച് പേര് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം കറക്റ്റ് നമ്മൾ വരച്ച വരെ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. നാളെ പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പിലായിരിക്കും ഓപ്പൺ ചെയ്ത്. അങ്ങനെയാണ് നമ്മൾ ഇത് ഏകദേശം പെട്ടെന്ന് തന്നെ 13,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരുടെ സ്നേഹത്തോടെ പറയാനുള്ളത്, സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ട്രേഡ് ഉള്ളിടത്ത് മാത്രം ട്രേഡ് എടുക്കുക. വെള്ളമില്ലാത്തടത്ത്, എപ്പോഴും പറയുന്ന പോലെ വെള്ളമില്ലാത്തടത്ത് നിങ്ങൾ മുങ്ങാൻ നിൽക്കരുത്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ സൂക്ഷിക്കുക. ക്യാപിറ്റലിനാണ് നമ്മൾ മുഖ്യം കൊടുക്കേണ്ടത്, ക്യാപിറ്റലിനാണ്. അതിന് ശേഷമുള്ള കളികൾ മാത്രമേ നിങ്ങൾ കളിക്കാവൂ. അതുകൊണ്ട് കാശുണ്ടെങ്കിൽ നാളെ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാശില്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നാളെ എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ടാണ് വീക്കിലി മന്ത്ലി ഈ നമ്മളിൽ ഇതിടാത്തതെന്ന് വിചാരിച്ചു, പോൾ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോൾ ഇടുമ്പോൾ അതിനകത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഇടാത്തത്. അപ്പോൾ എനിക്കറിയാം നിങ്ങളിൽ മിക്കവാറും പേര്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന മിക്കവാറും പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ആരൊക്കെ പ്രോഫിറ്റിലുണ്ട്, അപ്പോൾ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഞാനത് ഇവിടെ ഒരു പോളായിട്ട് ഇടുമ്പോൾ പിന്നെ അത് വേറെ പല പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് വലിയവരുടെ നോട്ടപ്പുള്ളിയാകുന്നത് ഇല്ലേ. നമ്മളൊരു സൈഡിൽ കൂടെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു സൈഡിൽ കൂടെ പോയിക്കോളാം. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നില്ല, ആരുടെയും കണ്ണിലെ കരടാകണമെന്നൊന്നുമില്ല. ഓക്കെ, ഒരു പക്ഷേ നമ്മൾ ആ പോലിടുമ്പോൾ അത് കണ്ട് അസ്വസ്ഥതയാകുന്ന ധാരാളം ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. എനിക്കറിയാം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരൊക്കെ എനിക്കറിയാം. നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. എല്ലാം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ. നമ്മൾ വെറുതെ ഒരു പോലിട്ട് എന്തിനാണ് വെറുതെ അലമ്പാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്നെ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് എന്നെ നല്ലപോലെ അറിയാം. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ നയിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയം പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. ഏതൊരു ഹെൽപ്പിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഏത് സംശയം, മാർക്കറ്റുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് സമയം ഉള്ളപ്പോൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ
ഉണ്ട് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യുക. അവിടെ ഈ സംഭവം പറയുന്ന പോലെ അവിടെ ബോണ്ടയും വടയും ചായ നിൽക്കുന്നില്ല, കോളൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഡയറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളത് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ അവിടെ ഒന്നുമില്ല. അങ്ങനെ കോൾ കൊടുപ്പ് പരിപാടികളോ പെയ്ഡ് ഗ്രൂപ്പ് പരിപാടികളോ ഒന്നും നമുക്കില്ല. അങ്ങനെയുള്ള സംരംഭങ്ങളൊന്നും നമുക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.